വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. മന്ത്രിമാരായ പി പ്രസാദ്, ജി.ആർ. അനിൽ എന്നിവർ നൽകിയ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് NKSS നേതാക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയിൽ ആലപ്പുഴ കളക്ടറേറ്റിലെത്തിയ മന്ത്രിമാരായ പി പ്രസാദും ജി.ആർ. അനിലുമായി NKSS ഭാരവാഹികൾ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ കുട്ടനാട് MLA തോമസ് കെ തോമസും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും പങ്കെടുക്കുകയുണ്ടായി. വൃശ്ചിക വേലിയേറ്റം തടയുന്നതിനായി തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ക്രമീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ ചർച്ചയിൽ ഉറപ്പു നൽകി. നെല്ല് സംഭരണ വില വെള്ളിയാഴ്ച മുതൽ കൊടുത്തു തുടങ്ങുമെന്നും മന്ത്രിമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച നെല്ലുവില കൂടി ചേർത്ത് കർഷകർക്ക് നൽകാൻ മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരുമായി ചേർന്ന് ആലോചിച്ച് 10 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. ഈ തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് മുൻപായി NKSS ഭാരവാഹികൾ യോഗം ചേരുകയും 1 മണിയോടെ സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു. നിരാഹാര സമരം അനുഷ്ഠിച്ച സോണിച്ചൻ പുളിങ്കുന്ന്, ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവർക്ക് ജില്ലാ കളക്ടർ നാരങ്ങാനീര് നൽകിയായിരുന്നു സമരത്തിന്റെ സമാപനം. തുടർന്ന് NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗവും കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ഡോക്ടർ KP നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി വിജയലാലി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PR സതീശൻ, ജോസ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിച്ചു വന്ന നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികളെ രമേശ് ചെന്നിത്തല MLA സന്ദർശിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ചെന്നിത്തല. നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സമാപിച്ചത്. എന്നാൽ ബുധനാഴ്ച രാവിലെ 8-ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമരപ്പന്തലിൽ സന്ദർശനം നടത്തിയിരുന്നു. ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നെൽകർഷകർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന നെല്ലെടുത്താൽ സമയത്ത് പണം കൊടുക്കില്ല. 2, കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ 17 പൈസ കൂട്ടിയ തുക പോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. ഇപ്പോഴും 28 രൂപ 20 പൈസ നിരക്കിലാണ് ഇപ്പോഴും. ഇന്നലെ ഗവൺമെന്റിന്റെ വിജ്ഞാപനം 28 രൂപ 20 പൈസയാണ്. കാരണം കേന്ദ്രം 4 തവണ MSP വർദ്ധിപ്പിച്ചതാണ്. അപ്പൊ അതനുസരിച്ച് കേരള ഗവൺമെന്റ് 32 രൂപ 52 പൈസ ആക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. ഗവൺമെന്റ് തയ്യാറല്ല. പിന്നെ നെൽകർഷകർ നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നെല്ല് അത് മില്ലുകാരെടുക്കാൻ വരുമ്പോൾ മില്ലുകാരും സിവിൽ സപ്ലൈസ് ആണെങ്കിൽ അവരും ഏറ്റവും പ്രധാനമായി കർഷകരെ ദ്രോഹിക്കുന്നതിന് കിഴിവ് വേണം എന്നുള്ളതാണ്. കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ഈ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനും സമരപ്പന്തലിൽ എത്തിയിരുന്നു. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. ഭിന്നശേഷിയിൽപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും KV ബിന്ദു പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യാന്തര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കോട്ടയം ജില്ലാതല പരിപാടി ഉണർവ് 2024 കോട്ടയം മാമൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KV ബിന്ദു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിശ്ചിത ശതമാനം ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെക്കണമെന്ന നിബന്ധനയുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബഡ് സ്കൂളുകൾ വേണമെന്നാണ് സർക്കാർ നയം. കോട്ടയം ജില്ലയിൽ ഇതിനോടകം 20 തദ്ദേശ സ്ഥാപനങ്ങളിൽ ബഡ് സ്കൂളുകൾ സ്ഥാപിക്കാനായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് ബഡ് സ്കൂളുകളോട് ചേർന്ന് തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകണമെന്നും വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ മാതൃകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 95% കേൾവി പരിമിതിയുമായി ജനിച്ചിട്ടും 27-ാം വയസ്സിൽ UPSC പരീക്ഷയിൽ ജയിച്ച് IAS നേടിയ കോട്ടയം സബ് കളക്ടർ D. രഞ്ജിത്തിനെ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. ജന്മന പരിമിതികൾ ഉണ്ടായിട്ടും 15 വർഷത്തോളം നീണ്ട തീവ്ര പരിശീലനത്തിലൂടെയാണ് തനിക്ക് സംസാരിക്കാൻ സാധിച്ചതെന്ന് ആശംസാ പ്രസംഗത്തിൽ സബ് കളക്ടർ D. രഞ്ജിത്ത് പറഞ്ഞു. സ്പെയിനിൽ നടന്ന ഗോഥിയ കപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ സ്പെഷ്യൽ ഒളിമ്പിക് ദേശീയ ഫുട്ബോൾ ടീം അംഗങ്ങളും കോട്ടയം സ്വദേശികളുമായ ആരോമൽ ജോസഫ്, അബി ജോസ്, ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ടോമി ജോസഫ്, സാമൂഹ്യനീതി വകുപ്പിന്റെ വിജയാമൃതം പദ്ധതിയിലൂടെ MCOMന് ഉന്നത വിജയം നേടിയ N. അബ്ദുൽ ബാസിദ്, കലാകായിക മേഖലകളിൽ ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ
ശ്രേഷ്ഠ പദ്ധതിയിൽ പങ്കാളികളായ ആരോമൽ ജോസ്, സൗമ്യ സൈമൺ, വിറ്റോ പി വിൽസൺ, ഐറിൻ ആൻഡ് സിബി, സനീഷ് മാത്യു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മക്കളെല്ലാം ഏറ്റവും കൂടുതൽ കഴിവുള്ളവരാണ്. ഏത് രീതിയിലും ഓരോ രീതിയിലും കഴിവ് പ്രകടിപ്പിക്കുന്ന മക്കളാണ് ഇവിടെയുള്ളത്. പലപ്പോഴും ഞാൻ എത്തിയിട്ടുള്ളപ്പോൾ വെളിയനാട് BRCയിലൊക്കെ എത്തുമ്പോൾ അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കാണുമ്പോൾ ഞാൻ അതിശയിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ കലാമേളയും കായികമേളയും ഒക്കെ നടന്നത് ഇവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമ്മൾ സാധാരണ കായികമേളയ്ക്ക് പോകുന്നവർക്ക് നമ്മൾ ജേഴ്സി കൊടുക്കാറുണ്ട്. നമുക്ക് കിട്ടിയ ലിസ്റ്റ് 300 കുട്ടികളുടെ മാത്രമായിരുന്നു. മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചു. അവരുടെ രക്ഷിതാക്കളെ പോലെ തന്നെയാണ് BRCയും അവരെ സംരക്ഷിച്ചു പോരുന്നത്. തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതിയിൽ നമ്മളുടെ കുട്ടനാട്ടിലെ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ ഡാവിഞ്ചിയെ പോലെ ലോക പ്രശസ്തരായ മക്കളായി ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് കഴിയും. ഉദ്ഘാടന യോഗത്തിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായിരുന്നു. കുട്ടനാട് DEO PM ബാലകൃഷ്ണൻ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ സുനിൽ മാർക്കോസ്, S മനു, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഷാജി, മങ്കൊമ്പ് BPC രാജേഷ് വിജയൻ, ജെസിയമ്മ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേള ജേതാക്കളെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ചടങ്ങിൽ ആദരിച്ചു. ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കൊച്ചമ്മണി എന്ന നാടകം ചടങ്ങിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്ത ഭരതനാട്യം, പാട്ട്, പ്രസംഗം, പ്രച്ഛന്നവേഷം എന്നീ കലാപരിപാടികൾ ചടങ്ങിന് മിഴിവേകി. നാടൻപാട്ട് കലാകാരൻ മങ്കൊമ്പ് ശ്രീജിത്തും ടീമും അവതരിപ്പിച്ച പരിപാടികളും ശ്രദ്ധേയമായി. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മന്ത്രി സജി ചെറിയാന്റെ ഉദ്ഘാടന വേദിയിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ BJP നടത്തിയ പ്രതിഷേധ സമരമാണ് CPIM പ്രവർത്തകരുമായുള്ള സംഘർഷത്തോളം എത്തിയത്. സംഘർഷ അവസ്ഥ കണക്കിലെടുത്ത് BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡിലെ തീരദേശ നിവാസികളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും MLAയുടെയും അവഗണന അവസാനിപ്പിക്കുക, പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സജി ചെറിയാന്റെ ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത സ്ത്രീകളടക്കമുള്ള സമരക്കാരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ CPIM പ്രവർത്തകർ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. BJP അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് V ബാബുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത ഷിജിമോൻ അധ്യക്ഷയായി. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ലതിൻ കളപ്പുരയ്ക്കൽ, ജനറൽ സെക്രട്ടറി സച്ചിൻ അയോധ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആയുഷ് ഷാജിക്ക് കണ്ണീരോടെ വിട. ആയുഷിന്റെ പിതാവ് ഷാജിയുടെ കാവാലത്തെ കുടുംബ വീട്ടിൽ ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംസ്കാരം. ജനപ്രതിനിധികളടക്കം നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ വണ്ടാനം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥി ആയുഷ് ഷാജിക്ക് കുട്ടനാട് കണ്ണീരോടെ വിട നൽകി. സഹപാഠികളും അധ്യാപകരും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് കാവാലം വടക്ക് 2-ാം വാർഡിലെ നെല്ലൂർ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. അച്ഛൻ ഷാജിയും അമ്മ ഉഷയും സഹോദരി ജിഷയും അടക്കമുള്ള കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനെത്തിയവരും സങ്കടമടക്കാനാവാതെ കണ്ണീരണിഞ്ഞു. രാവിലെ 10 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ഷാജിയുടെ സഹോദരപുത്രൻ അനന്തു അന്ത്യകർമ്മങ്ങൾ ചെയ്തു. 11 മണിയോടെ സംസ്കാര കർമ്മങ്ങൾ പൂർത്തിയായി. മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംസ്കരിച്ചതിന് സമീപത്തു തന്നെയാണ് ആയുഷിനും ചിത ഒരുക്കിയത്. കുട്ടനാട് MLA തോമസ് കെ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രിയ, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ
സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച രാത്രിയാണ് ആലപ്പുഴ കളർകോടിന് സമീപം മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് ആയുഷ് അടക്കം 5 പേർ മരിച്ചത്. 6 പേർ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. CPIM തകഴി ഏരിയ സെക്രട്ടറിയായി KS അനിൽകുമാറിനെ വീണ്ടും തെരഞ്ഞെടുത്തു. മങ്കമ്പ് P. കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിലാണ് സെക്രട്ടറിയെയും പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തത്. ഡിസംബർ 2-ന് ആരംഭിച്ച് 5-ന് സമാപിക്കുന്ന CPIM തകഴി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിലെ 2ാം ദിനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 20 അംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. KS അനിൽകുമാറാണ് ഏരിയ സെക്രട്ടറി. 14 ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. തികഞ്ഞ അച്ചടക്കത്തോടെ പാർട്ടി മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് KS അനിൽകുമാർ പറഞ്ഞു. തകഴി ഏരിയയിലെ 115 ബ്രാഞ്ച് സമ്മേളനങ്ങൾ 8 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഏരിയ സമ്മേളനം ഇപ്പോൾ നടത്തിയിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പാർട്ടിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് അംഗീകരിക്കലും ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പും ജില്ലാ സമ്മേളന തിരഞ്ഞെടുപ്പും പ്രതി തിരഞ്ഞെടുപ്പും എല്ലാം ഏകണ്ഠമായി ആണ് സമ്മേളനം അംഗീകരിച്ചത്. ഇനിയിപ്പോൾ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം 4 മണിക്ക് നെടുമുടി പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റെഡ് വാളണ്ടിയർ മാർച്ച്, അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനം, ആ പ്രകടനവും റെഡ് വാളണ്ടിയർ മാർച്ചും വാദ്യമേളങ്ങളുടെ അകമ്പടി, അമ്മൻകൂടം അടക്കമുള്ള വിവിധ കലാരൂപങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഈ AC റോഡിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ മങ്കമ്പ് ജംഗ്ഷനിൽ സമാപിക്കുകയാണ്. വ്യാഴാഴ്ച തകഴി ഏരിയ സമ്മേളനത്തിന് സമാപനമാകും. വൈകിട്ട് 4-ന് റെഡ് വോളണ്ടിയർ പരേഡും ബഹുജന റാലിയും നടക്കും. മങ്കൊമ്പ് ജംഗ്ഷനിൽ ചേരുന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അനിൽകുമാർ അറിയിച്ചു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പാതയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ P. മോഹൻദാസ്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി തെങ്ങണായിൽ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്നും ദൈനംദിന പത്ര ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നിയമത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ നിയമത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് പ്രത്യേകിച്ച് മനുഷ്യാവകാശ പ്രവർത്തകരായിരുന്നു ഒന്നും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നുള്ള പ്രസ്ഥാനം വേണം, അതിനൊരു പേര് വേണം തീർച്ചയായും. പക്ഷെ അതിന് പേരുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പോയി എല്ലാ കാര്യത്തിലും പോയി ഇടപെടുക, നടക്കില്ലാത്ത കാര്യത്തിൽ ഇടപെടുക. ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്ന വലിയ അവകാശം. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം, ആശയവിനിമയം എന്നീ സമസ്ത മേഖലകളിലും മനുഷ്യാവകാശങ്ങൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ ഇനിയും സാർത്ഥമാകേണ്ടതുണ്ടെന്നും P. മോഹൻദാസ് പറഞ്ഞു. ഒരു വ്യക്തിയുടെ മൗലിക അവകാശം തന്നെയാണ് മനുഷ്യാവകാശം. മനുഷ്യൻ്റെ അന്തസ്സായും നമുക്കതിനെ വിവക്ഷിക്കാം. മനുഷ്യാവകാശ പ്രവർത്തനം വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും P. മോഹൻദാസ് വ്യക്തമാക്കി. മനുഷ്യാവകാശ പ്രവർത്തകനും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ മുൻ പ്രസിഡന്റുമായിരുന്ന M. ജയമോഹനൻ്റെ 4ാമത് അനുസ്മരണ ദിന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് തെങ്ങണ ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിനുകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മാവേലിക്കര സാമുവൽ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് P. J. ചാക്കോ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അപർണ മേനോൻ, കോട്ടയം ജില്ലാ രക്ഷാധികാരി രാജു ടീച്ചർ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രാജമ്മ സദാനന്ദൻ, കോട്ടയം ജില്ലാ സെക്രട്ടറി എൽസമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ച പരിമിതിയെ അതിജീവിച്ച് ലോട്ടറി വിൽപ്പന നടത്തുന്ന കോട്ടയം കളത്തിപ്പടി സ്വദേശിനിയും ലോട്ടറി കള്ളനെ പെൻ ക്യാമറയിൽ കുടുക്കി വാർത്തകളിൽ ഇടം നേടുകയും ചെയ്ത റോസമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി തിരുവല്ല ബ്രാഞ്ചിന്റെ ഉപഹാരം റോസമ്മയ്ക്ക് സമ്മാനിച്ചു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ പങ്ക് എന്ന വിഷയത്തിൽ മുൻ പോലീസ് AIG സക്രിയ ജോർജ് ക്ലാസ് നയിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭാ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ HDPE പോട്ടുകൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ പച്ചക്കറി ഉൽപ്പാദന രംഗത്തേക്ക് അതോടൊപ്പം തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ നൂതന മാർഗങ്ങൾ
പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം HDEP പോട്ട് ഒരു യൂണിറ്റ് 5 എന്ന നിലയ്ക്ക്, ഒരു യൂണിറ്റ് 25 എന്ന നിലയ്ക്ക് നഗരസഭാ അതിർത്തിയിലുള്ള കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകളെ കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പച്ചക്കറി തൈകളായിട്ടുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ മാവും തൈ, പുതിയ പ്ലാവ്, വിവിധ തരം പ്ലാവ് തൈകൾ, കൊടംപുളി, അങ്ങനെ വിവിധ തരത്തിലുള്ള ഉൽപാദന രംഗത്തേക്ക്, കാർഷിക രംഗത്തേക്ക് ജനങ്ങളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് കൃഷിഭവൻ വഴി ഇതെല്ലാം നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള HDP പോർട്ടിൻ്റെ ഉദ്ഘാടനമാണ്. കൃഷിവകുപ്പ് പച്ചക്കറി കൃഷി വ്യാപനം ലക്ഷ്യം വെച്ച് കണ്ടെയ്നർ കൾട്ടിവേഷൻ പദ്ധതിയുടെ ഭാഗമായി പോഷക സമൃദ്ധി മിഷനിൽ ഉൾപ്പെടുത്തിയാണ് HDPE പോട്ടും പോട്ട് മിക്സറും പച്ചക്കറി തൈകളും വിതരണം നടത്തിയത്. 5000 രൂപ വില വരുന്ന ഒരു യൂണിറ്റിന് 1250 രൂപ മാത്രം കർഷകരിൽ നിന്നും ഈടാക്കിയായിരുന്നു വിതരണം. 3750 രൂപയും സബ്സിഡിയായി നൽകി. ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിലെ 30 കർഷകർക്കായിരുന്നു പോട്ടും പോട്ട് മിക്സറും തൈകളും വിതരണം ചെയ്തത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നിസാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ അധ്യക്ഷ കുഞ്ഞുമോൾ സാബു, നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ജോബി, കൃഷി ഓഫീസർ P. ബിജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ BK ശരത്ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് കവിത, കൗൺസിലർമാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. 1239 നമ്പർ ഊരിക്കരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സംയുക്ത സഹകരണ മുന്നണിക്ക് വിജയം. 7 അംഗ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മാത്രമായിരുന്നു മത്സരം. 5 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ KG മനോഹരനും SC/ST വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പ്രകാശ് KPയും ഈ തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെയുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുണ്ട്. 2 സീറ്റിൽ CPM-ഉം CPI-യും തമ്മിലായിരുന്നു മത്സരം. ജനറൽ വിഭാഗത്തിൽ മത്സരിച്ച CPM-ലെ KG മനോഹരൻ 370 വോട്ടും SC/ST വിഭാഗത്തിൽ മത്സരിച്ച KP പ്രകാശ് 418 വോട്ടുകൾ നേടി. സംയുക്ത സഹകരണ മുന്നണിയിലെ D. പുഷ്പലത, സോഫിയമ്മ ചാച്ചപ്പൻ, ബേബി ചെറിയാൻ, TR മനോജ്, ബിന്ദിജ മോൾ എന്നിവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രഖ്യാപനത്തിന് ശേഷം വിജയാഹ്ലാദ പ്രകടനവും നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത പിതൃവേദി 41ാം ജന്മദിനം ഫാത്തിമാപുരം ഫാത്തിമ മാത ഇടവകയിൽ ആഘോഷിച്ചു. വികാരി ഫാദർ സേവ്യർ പുത്തൻകളം പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. അതിരൂപത പിതൃവേദി ജനറൽ സെക്രട്ടറി ജോഷി കൊല്ലാപുരം ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രായമായവരെ സന്ദർശിക്കുക, അവർക്കും വേണ്ട പരിചരണമൊക്കെ നൽകുക, കൂടാതെ കാരുണ്യത്തോടനുബന്ധിച്ച് കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കുക, അവരെ സഹായിക്കുക, അതൊക്കെയാണ് നമ്മുടെ യൂണിറ്റുകളുടെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിരൂപത തലത്തിൽ നമ്മൾ ഈ 15 ദിവസത്തെയാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഈ ഡിസംബർ 15-ാം തീയതി നമ്മുടെ ചെത്തിപ്പുഴ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏതാണ്ട് 1000-ന് മേളിൽ പിതാക്കന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനമാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ യൂണിറ്റുകളിൽ നിന്നും ആൾക്കാരെ പിതാക്കന്മാരെ എത്തിച്ചേരുന്നതാണ്. അതിനോടൊപ്പം വേണ്ട 4 തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ളവരെ നമ്മൾ അവാർഡ് നൽകി അവരെ ആദരിക്കുന്നുണ്ട്. അതെല്ലാ വർഷവും തുടർന്നു പോകണം. വലിയ ചെറിയ സ്മാരകമായിട്ടാണ് അത് നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആതുര സേവനം, കല, കായികം, കൂടാതെ ആരോഗ്യരംഗം, സാമൂഹ്യ സേവനം, ഈ 4 മേഖലയിലുള്ളവരെ നമ്മുടെ എല്ലാ ഇടവകളിൽ നിന്നും അതിനുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 1983 ഡിസംബർ 4-ന് ചങ്ങനാശ്ശേരി SB കോളേജ് കല്ലർക്ക ഹാളിൽ ചേർന്ന യോഗത്തിലായിരുന്നു പിതൃവേദിയുടെ രൂപീകരണം. 41ാം ജന്മദിന ആഘോഷം അതിരൂപതയിലെ 250 ഇടവകകളിലും വിശുദ്ധ കുർബാന, പതാക ഉയർത്തൽ, ജന്മദിന സമ്മേളനം, രോഗി സന്ദർശനം, കാരുണ്യഭവന സന്ദർശനം, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിങ്ങനെയാണ് നടന്നുവരുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി 15 ദിന പരിപാടികളാണ് നടക്കുന്നത്. 15-ന് 1000 പിതാക്കന്മാരെ ഉൾപ്പെടുത്തി ചെത്തിപ്പുഴപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികൾ നടത്താനാണ് അതിരൂപത സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാമ്പ്ര ആമുഖ സന്ദേശം നൽകി. പിതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ലാലി ഇളപ്പുങ്കൽ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് അനിമേറ്റർ സിസ്റ്റർ ജെസിൻ ASMI,
ഫൊറോന സെക്രട്ടറി ജോസ് കടന്തോട്ട്, യൂണിറ്റ് സെക്രട്ടറി ഡിസ്നി പുളിമുട്ടിൽ, ബിനു അമ്പാടൻ, സിജു തോട്ടിക്കൽ, മാതൃവേദി ഭാരവാഹികളായ ജെൻസി അമ്പാട്ട്, ബിന്ദു പുട്ടുകുളം എന്നിവർ സംസാരിച്ചു. ശബരിമല സന്നിധാനത്തെ പറകൊട്ടിപ്പാട്ട് ത്രികാല ദോഷം അകറ്റും എന്നാണ് ഭക്തജനവിശ്വാസം. പതിറ്റാണ്ടുകളായി സന്നിധാനത്ത് പറകൊട്ടിപ്പാടുന്ന ആറന്മുള സ്വദേശി TS പ്രസാദിനെ പരിചയപ്പെടാം. അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തരേറെയാണ്. ത്രികാലദോഷങ്ങൾ അകറ്റുമെന്ന വിശ്വാസമാണ് പറകൊട്ടിപ്പാട്ടിന് പിന്നിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടിപ്പാട്ടിൻ്റെ സ്ഥാനീയർ. പാരമ്പര്യമായി ലഭിച്ച പാട്ടിൻ്റെ ഈരടികളിലൂടെ സർവ്വദോഷ പരിഹാരത്തിനായി ഇവർ പാടുന്നു. മാളികപ്പുറം ക്ഷേത്രത്തിന് പിൻഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. പരമശിവൻ മലവേടന്റെ രൂപത്തിൽ പന്തളം കൊട്ടാരത്തിലെത്തി പറകൊട്ടിപ്പാടി മണികണ്ഠന്റെ ദോഷങ്ങൾ അകറ്റിയതായാണ് ഐതിഹ്യം. പാലാഴി മഥനത്തെ തുടർന്ന് വിഷ്ണു ഭഗവാന് ശനിദോഷം ബാധിച്ചെന്നും ശിവൻ വേലനായും പാർവതി വേലത്തിയായും അവതരിച്ച് പറകൊട്ടിപ്പാടി ഭഗവാന്റെ ദോഷമകറ്റിയെന്നും ഐതിഹ്യമുണ്ട്. പറകൊട്ടിപ്പാടുമ്പോൾ കേശാദിപാദമെന്ന മന്ത്രം പാട്ടുരൂപത്തിലാണ് പാടുക. പറയുടെ മുന്നിലിരിക്കുന്ന ഭക്തനെ അയ്യപ്പനായും പിന്നിലിരുന്നു പാടുന്നയാളെ പരമശിവനായുമാണ് സങ്കല്പിക്കുക. പാട്ടിനുശേഷം ഭക്തന്റെ ശിരസിൽ കൈവച്ച് നെറ്റിയിൽ ഭസ്മം വരച്ച് അനുഗ്രഹിക്കും. ഇതോടെ ഭക്തന്റെയും കുടുംബത്തിൻ്റെയും സർവ്വദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. പതിറ്റാണ്ടുകളായി സന്നിധാനത്ത് പറകൊട്ടിപ്പാടുന്ന കലാകാരനാണ് ആറന്മുള സ്വദേശി TS പ്രസാദ്. ശബരിമല ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് തീപിടുത്തവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടായപ്പോൾ പന്തളം രാജാവ് ദേവപ്രശ്നം വെച്ചെന്നും അശുദ്ധിയുള്ളതായി കണ്ടെത്തിയതിനാൽ പരിഹാരമായി വേലന്മാരെ കൊണ്ട് പറകൊട്ടിപ്പാടണമെന്ന് ദേവഹിതത്തിൽ തെളിഞ്ഞെന്നും ഇതോടെയാണ് ശബരിമലയിൽ പറകൊട്ടിപ്പാട്ട് തുടങ്ങിയതെന്നും പ്രസാദ് പറയുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ 10 വയസ്സ് മുതൽ ഞങ്ങൾ വന്നിറങ്ങിയിട്ടുള്ളതാണ്. കേശാദിപാദം എന്ന മന്ത്രമാണ് ഞങ്ങൾ പറകൊട്ടിപ്പാടുന്നത്. പറയ്ക്ക് മുന്നിലിരിക്കുന്ന ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയ്ക്ക് പിന്നിലിരിക്കുന്ന ഞാൻ പരമശിവൻ എന്ന സങ്കല്പമാണ് ഈ പറകൊട്ടിപ്പാട്ടിന്റെ ഐതിഹ്യം. പന്തളം രാജാവിൽ അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മന്ത്രിയും രാജ്ഞയും സൈന്യാധിപനും ചേർന്ന് ഭഗവാനോട് നൂലേക്കാൻ ശ്രമിച്ചപ്പോൾ മഹാദേവനായ പരമശിവൻ മലവേലന്റെ വേഷത്തിൽ അവിടെ ചെന്ന് ഭഗവാൻ ഉണ്ടായിട്ടുള്ള ദോഷങ്ങളെല്ലാം തീർത്തു എന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഭഗവാൻ ജ്യോതിയാലോട് നെയ്ച്ചേർന്നു ഭക്തിയോട് വറവ് തുടങ്ങി മരണം തീപിടുത്തം ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ അന്നത്തെ മഹാരാജാവ് ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്ന വിധിപ്രകാരം ഇവിടെ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾക്ക് ഭക്തികളുടെ അശുദ്ധി ഉണ്ടാകണമെന്നും ആ അശുദ്ധിക്ക് പരിഹാരമായിട്ട് ശേഷങ്ങളുടെ ഭാഗമായിട്ട് വേലന്മാരെ ക്ഷണിച്ചു വരുത്തി പറകൊട്ടിപ്പാടി ദോഷം തീർത്തതിന് ശേഷം മാത്രമേ 18 പടി എത്താൻ പാടുള്ളൂ എന്നായിരുന്നു രാജകൽപ്പന. അതിന് പ്രകാരം ഒരു 40 വർഷം മുൻപ് വരെയും 18 പടിക്ക് താഴെയായിരുന്നു പറകൊട്ടിപ്പാട്ട് എന്ന ചടങ്ങ് നടന്നുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 18 പടിക്ക് താഴെ അരങ്ങേറിയിരുന്ന പറകൊട്ടിപ്പാട്ട് പിന്നീടാണ് മണിമണ്ഡപത്തിന് സമീപത്തേക്ക് മാറ്റിയതെന്നും പ്രസാദ് പറഞ്ഞു. സ്വർഗത്തിലെ കനി എന്ന വിളിപ്പേരുള്ള ഗാഗ് ഫ്രൂട്ട് കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് മാന്നാർ സ്വദേശി ഹരിദാസ്. ഹരിദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഗാഗ് ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്നത് കൗതുക കാഴ്ചയാണ്. മാന്നാർ പഞ്ചായത്ത് കുട്ടമ്പേരൂർ 12-ാം വാർഡിലെ വാണില്ലത്തിൽ ഹരിദാസിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഗാഗ് ഫ്രൂട്ട് വിളഞ്ഞു നിൽക്കുന്നത് ആരുടെയും മനം മയക്കും. നാഗാലാൻഡ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ഹരിദാസ് ചെങ്ങന്നൂർ സ്വദേശിയിൽ നിന്നും 600 രൂപയ്ക്ക് ഒരു ഗാഗ് ഫ്രൂട്ട് വാങ്ങി അതിൻ്റെ വിത്തുകൾ മുളപ്പിക്കുകയായിരുന്നു. 10 തൈകൾ വെച്ചതിൽ ഒരെണ്ണം മാത്രമാണ് പെൺവർഗത്തിലുണ്ടായത്. കുമ്മായം വിതറിയ കുഴിയിൽ നട്ടുപിടിപ്പിച്ച് വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് പടർത്തി കൊടുക്കുകയായിരുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കും. ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഹരിദാസ് പറയുന്നു. വിവരിച്ചു തന്നു. അത് വെച്ച് ഞാൻ തന്നെ ആ കുരു കിളിപ്പിച്ചെടുത്തു. അങ്ങനെ 10 ചെടിയുണ്ട്. ഇതിൻ്റെ 10 ചെടിക്കകത്ത് ഒരു ചെടി മാത്രം പെണ്ണായിട്ടുള്ളൂ. ഇതിന് പെണ്ണും ആണും ഉണ്ട്. പെണ്ണും ആണും പൂക്കളുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം മാത്രം ബാക്കിയെല്ലാം ആൺപൂവാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പോളിനേഷൻ നടത്തണം. അതിൻ്റെ പൂവെടുത്തിട്ട് ഇതിന് പരാഗണം
അത് ചെയ്യണം. ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ ആദ്യം ഒരു ചില കുമ്മായ ഇട്ടൊന്ന് വെതറിയേച്ച് അത് പഴുത്തു. സ്വർഗത്തിലെ കനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന്റെ ദേശം വിയറ്റ്നാമാണ്. പഴം മുറിച്ചാൽ കടും ചുവപ്പ് നിറത്തിലാണ് അകത്തെ ചുളകൾ കാണപ്പെടുക. പഴം പാകമാകുന്നതുവരെ 4 നിറങ്ങളിൽ ഗാക് ഫ്രൂട്ടിനെ കാണാൻ പറ്റും. പച്ചയിൽ തുടങ്ങി ചുവപ്പിലെത്തുമ്പോഴാണ് പഴം വിളവെടുക്കാൻ പാകമാകുന്നത്. ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം കായ്ഫലം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. പഴം ജ്യൂസായും ഇല തോരൻ വെച്ചും ഉപയോഗിക്കാം. ഇല മുതൽ വിത്ത് വരെ ഗുണങ്ങൾ നിറഞ്ഞ ഗാക് ഫ്രൂട്ടിന് പാവലിനോട് സാമ്യമുള്ളതിനാൽ മധുരപ്പാവൽ എന്ന പേരുമുണ്ട്. മോർമോഡിക്ക കൊച്ചിൻ ചൈനേൻസിസ് എന്നാണ് ശാസ്ത്രീയ നാമം. 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് വിപണിയിൽ ഗാക് ഫ്രൂട്ടിന്റെ വില. വലിയ ഒരു പഴത്തിൽ നിന്ന് ഏകദേശം 10 മുതൽ 20 വരെ വിത്തുകൾ ലഭിക്കും. നേരിയ ചവർപ്പ് രുചിയുണ്ടെങ്കിലും വിറ്റാമിൻ സി, മൂലകങ്ങൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഗാക് ഫ്രൂട്ട്. മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാർ വീട്ടിലെത്തി ഹരിദാസിന് കൃഷിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഹരിദാസിന്റെ ഭാര്യ ഗീതാ ഹരിദാസും കൃഷിക്ക് പിന്തുണ നൽകി ഒപ്പമുണ്ട്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന കുന്നന്താനം അസാഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെന്റ് ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോട്ടയം മണർകാടുള്ള സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ കെയർ ടേക്കർ ഒഴിവുണ്ട്. വിമുക്ത ഭടന്മാർ, ആശ്രിതർ എന്നിവർക്ക് മുൻഗണന. ഡിസംബർ 15-ന് 5 മണിക്ക് മുമ്പായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി വിശദ വിവരങ്ങൾ സഹിതം അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 048123711187 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന അസാഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 10ാം ക്ലാസ് വിജയവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12ാം ക്ലാസ് വിജയമോ ആണ് യോഗ്യത. 6 മാസത്തെ കോഴ്സായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പറിലോ www.asapkerala.gov.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.